ഹായ് ഹലോ വെൽക്കം ടു ഇംഗ്ലീഷ് ബിബ്ലിയോത്തേക്ക. ടുഡേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദ ലോൺലി ലണ്ടനേഴ്സ്. സാമുവൽ സെൽവൻ എഴുതിയിട്ടുള്ള ദ ലോൺലി ലണ്ടനേഴ്സ് ആണ്. ഇത് സാമുവൽ സെൽവൻ എന്ന് പറയുമ്പോൾ ഒരു ട്രിനിഡാഡിയൻ നോവലിസ്റ്റാണ്. എന്താ ട്രിനിഡാഡിയൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ട്രിനിഡാഡ് എന്ന് പറയുമ്പോൾ ഒരു ഐലാൻഡാണ്, കരീബിയൻ കൺട്രിയിലുള്ള ഒരു ഐലാൻഡാണ് വെനസ്വേലയുടെ അടുത്ത്. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഇതൊരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവലാണ് പറയുന്നുണ്ട്. സെമി ഓട്ടോബയോഗ്രഫി നമുക്കറിയാം, ഓട്ടോബയോഗ്രഫി എന്ന് പറയുമ്പോൾ സ്വന്തം ജീവിതത്തെ പറ്റി എഴുതുന്നതാണ് ഓട്ടോബയോഗ്രഫി. പക്ഷേ സെമി ഓട്ടോബയോഗ്രഫി എന്ന് പറയുമ്പോൾ ഇതിൽ റൈറ്ററിൻ്റെ ജീവിതത്തിൽ നടന്നൊരു കാര്യമാണ് ഇവിടെ അദ്ദേഹം കാണിക്കുന്നത്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ പേരിലല്ല. അങ്ങനെയാണ് ഈ ഒരു സെമി ഓട്ടോബയോഗ്രഫി. അതുപോലെ ഇത് പറഞ്ഞു ലൈഫ് ഓഫ് ദ കരീബിയൻ പീപ്പിൾ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കരീബിയൻ പീപ്പിളിനെ മാത്രമല്ല, ഇവർ വരുന്ന ഈ ഒരു ലൈഫ് കാണിക്കുന്ന ലണ്ടനിലെ ലൈഫാണ്. ലണ്ടനിലുള്ള ലൈഫിനെ പറ്റിയിട്ട് ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കാര്യം നമുക്കറിയാം. ആക്സിസ് പവേഴ്സും അതേപോലെ തന്നെ അലൈ പവേഴ്സും അങ്ങനെ ഉണ്ടല്ലോ. അതിലെ ട്രിപ്പിൾ അലൈസിലെ ഒരാളായിരുന്നു ഗ്രേറ്റ് ബ്രിട്ടൻ. അപ്പോൾ അതിലുള്ള ഒരു ഭാഗമാണല്ലോ നമ്മുടെ ലണ്ടൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവർ ഈ കരീബിയൻ അല്ലെങ്കിൽ ബ്ലാക്ക് പീപ്പിൾ വിചാരിക്കുന്നത് ലണ്ടനിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ലണ്ടനിൽ ഉണ്ടാവുന്ന ലൈഫാണ് ഈ ലോകത്തിലെ തന്നെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് എന്നാണ് ആര് വിശ്വസിച്ചിരുന്നത്? നമ്മുടെ ബ്ലാക്ക് പീപ്പിൾ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അല്ല കുത്തൊഴുക്കു പോലെയായിരുന്നു. ഫ്ലോ ഓഫ് റെഫ്യൂജീസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഫ്ലോ ഓഫ് മൈഗ്രേഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്തു ഇങ്ങോട്ട് ലണ്ടനിലേക്ക്. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തും നേടാൻ പറ്റും, ഒരുപാട് റിച്ച് ആവാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു വിശ്വാസമായിരുന്നു. അതുകൊണ്ട് ഒരുപാട് പേര് വന്നു. അപ്പോൾ അവർക്ക് ആ ഒരു ലണ്ടൻ എന്നുള്ള ആ ഒരു സ്ഥലത്തുണ്ടായ അവരുടെ അനുഭവങ്ങളാണ് ഇതിൽ പറയുന്നത്, ഈ ഒരു നോവലിൽ പറയുന്നത്. നമ്മൾ വിചാരിക്കും ഒരാളുടെ അതിൽ കറക്റ്റ് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഇതാണ് ഇതിൻ്റെ കഥ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ്, സ്റ്റോറി ലൈൻ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ സ്റ്റോറി ലൈൻ എന്ന് പറയുമ്പോൾ ഇൻസിഡൻറ്റ് ഓരോ ഭാഗത്തും ഓരോ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വായിക്കുമ്പോൾ വിചാരിക്കും ഇതാണ് ഇവരുടെ ലൈഫാണ് പറയാൻ പോകുന്നത്. ആദ്യം വിചാരിക്കും മോസിൻ്റെയാണ്, അതല്ല. അപ്പോൾ വേറൊരു ക്യാരക്ടർ വരും. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തും സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയില്ലേ, ഓരോ സ്ഥലത്ത് നടക്കണതും അതേപോലെ അവർക്ക് ഓരോ സമയത്തുണ്ടാവുന്ന കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്നതാണ് ഇതിൻ്റെ സ്റ്റോറി ലൈൻ, ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെയും ജീവിതം അവിടെ എങ്ങനെ ഈ ആൾക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ്, മറ്റൊരാൾക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ്, മറ്റൊരാളുടെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, അങ്ങനെ ഓരോന്നായിട്ടാണ് കാണിക്കുക. അപ്പോൾ അത് കാരണം നമുക്ക് ആദ്യം ഇതിലെ ക്യാരക്ടേഴ്സ് നോക്കാം. ഫസ്റ്റ് പ്രൊട്ടാഗോണിസ്റ്റ് ആയിട്ടുള്ള മോസസ്, MOSES മോസസ്. ഇവരെ മോസസിനെ പ്രൊട്ടാഗോണിസ്റ്റ് എന്ന് പറയാൻ കാരണം കൂടുതലായിട്ട് ഈ ഒരു നോവലിൽ കാണുന്ന ഒരു ക്യാരക്ടറാണ് മോസസ്. അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റിയിട്ട് ആണെന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിനെ കൂടുതലായിട്ട് ഇതിൽ റെലവൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ പ്രൊട്ടാഗോണിസ്റ്റ് ആയിട്ട് പറയണം. ഇദ്ദേഹം ഒരു ട്രിനിഡാഡിയനാണ്, ലണ്ടനിൽ ജീവിക്കുന്നത്. നമുക്കറിയാലോ, മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാരുടെ കാര്യമാണല്ലോ പറയണത്. അപ്പോൾ ഇദ്ദേഹം ഒരു ട്രിനിഡാഡിയനാണ്. 10 വർഷത്തോളമായി ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ജീവിക്കുന്നുണ്ട്. അതുപോലെ അടുത്ത ക്യാരക്ടറാണ് ഗലഹാദ് എന്ന് പറയുന്നത് ഹെൻറി ഒലിവർ, ശരിക്കുള്ള പേര് ഹെൻറി ഒലിവറാണ്. ഹൈ സ്പിരിറ്റഡ് ട്രിനിഡാഡിയൻ, നല്ല സ്പിരിറ്റ്, നല്ല ഓപ്റ്റിമിസ്റ്റിക് ആണ് ആര് ഗലഹാഡ്. അദ്ദേഹം ട്രെയിനിൽ നിന്ന് വന്നിറങ്ങുമ്പോൾ തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല കയ്യിൽ, ഒരു പഴയൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ ഒരു ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു വിൻ്റർ സീസണാണ്, നല്ല കൂൾ ക്ലൈമറ്റാണ്. പക്ഷേ എന്നിട്ടും അവിടെ അദ്ദേഹം അതിനായിട്ടുള്ള ഒരു എക്യുപ്ഡ് ആയിട്ടല്ല വന്നിരുന്നത്. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങനെ വന്നിരിക്കണേ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എനിക്കിഷ്ടമാണ് ഈ ക്ലൈമറ്റ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വന്നിരിക്കുന്നത്, ഒരു കോട്ട് പോലും ഇല്ലാതെ. പിന്നെ ബാഗ് ഇതൊന്നുമില്ല, ഐറ്റംസ് ഒന്നും ഇല്ലേ ചോദിക്കുമ്പോൾ ഞാൻ ഇനി വേണം എനിക്ക് സമ്പാദിക്കാം, ഞാൻ ലണ്ടനിൽ എത്തിയല്ലോ, ഇനി സമ്പാദിക്കാം. അതായത് മൊത്തം ഒരു ഒപ്റ്റിമിസ്റ്റിക് വ്യൂവിലാണ് അദ്ദേഹം കാണുന്നത്. അതാണ് ഗലഹാദിൻ്റെ പ്രത്യേകത. ദെൻ അടുത്ത ക്യാരക്ടറാണ് CAP, ക്യാപ്റ്റൻ്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു നൈജീരിയനാണ്, ഒരു വെൽത്തി ഫാമിലിയിലുള്ള ഒരു മോനാണ്. അദ്ദേഹത്തിന് പൈസയൊക്കെ അയച്ചു കൊടുക്കും അച്ഛൻ. എന്തിനു വേണ്ടിയിട്ട്? ഇദ്ദേഹം ഇവിടെ ഒരു ലോ സ്കൂളിൽ പഠിക്കുക ലണ്ടനിൽ, അതിന് വേണ്ടിയിട്ട്, അല്ലാതെ പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല, ലണ്ടനിലേക്ക് പഠിക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ ഒരുപാട് പൈസ അയച്ചു കൊടുക്കും. ആ പൈസ മൊത്തം ഇദ്ദേഹത്തിൻ്റെ ദൂരത്തിന് വേണ്ടി ഇദ്ദേഹം ചിലവാക്കും. പ്രോസ്റ്റിറ്റ്യൂഷനും ഡ്രിങ്കിങ്ങിനും വേണ്ടിയിട്ടാണ് അദ്ദേഹം കൂടുതലായിട്ട് പൈസ ചിലവാക്കുന്നത്. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് ക്യാപ്റ്റൻ്റെ. അതുപോലെ അടുത്തതാണ് ടോൾറോയ് എന്ന് പറയുന്നത് നമ്മുടെ മോസസിൻ്റെ ഫ്രണ്ടാണ് ടോൾറോയ് ജമൈക്കനാണ്. അദ്ദേഹം ജമൈക്കയിൽ നിന്ന് വന്നു. അതുപോലെ മോസസും
ഈ ടോൾറോയും തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഓൾറെഡി ഫ്രണ്ട്സാണ്. പക്ഷേ ഇവർ അഗെയിൻ ഈ ഒരു നോവലിൽ മീറ്റ് ചെയ്യുന്നത് വാട്ടർലൂ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മളുടെ ഗലഹാദിനെ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ മോസസ് നിൽക്കുന്നു സ്റ്റേഷനിൽ. ടോൾറോയുടെ മദറിനെയും കാത്തു നിൽക്കുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് ടാൻറ്റി ബസി. അതുപോലെ ടാൻറ്റി ബസി എന്ന് പറയുന്നത് ടോൾറോയുടെ ആൻറ്റി, അതുപോലെ ലൂയിസ് ടോൾറോയുടെ റിലേറ്റീവാണ്. ബാർട്ട് മോസസിൻ്റെ ഫ്രണ്ട്, അതുപോലെ ഡാനിയൽ. ബിഗ് സിറ്റി എന്നൊക്കെ പറയുന്നത് മോസസിൻ്റെ ഫ്രണ്ടിനെ പറയുന്നത്. അതേപോലെ 5:12 എന്ന് പറയുമ്പോൾ 12 മണി കഴിഞ്ഞ് 5 മിനിറ്റ്, അതിനെയാണ് നമ്മൾ 5:12 എന്നൊക്കെ പറയാം. അതുപോലെ 12 മണി എന്ന് പറയുമ്പോൾ അർദ്ധരാത്രിയിൽ ആ ഒരു ടൈമല്ലേ. അപ്പോൾ അർദ്ധരാത്രി പറയുമ്പോൾ നല്ല ഇരുണ്ട സമയമല്ലേ, ഏറ്റവും ഡീപ്പ് ഡാർക്ക് എന്നൊക്കെ പറയുന്ന സമയം. അപ്പോൾ അതേപോലെ ഇവിടെ ഈ ഒരു പേഴ്സൺ എങ്ങനെയാണ് ഈ പേര് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം ഒരു ഡാർക്ക് സ്കിൻഡ് പേഴ്സൺ ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിക് നെയിമാണ് 5:12. മോസസിൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അതുപോലെ ഹാരിസ് മോസസിൻ്റെ ഫ്രണ്ടാണ്. അതുപോലെ ആഗ്നെ, ലൂയിസ് വൈഫ്, നേരത്തെ പറഞ്ഞില്ലേ, ടോൾറോയുടെ റിലേറ്റീവ്. ബിയാട്രിസ്, അതുപോലെ മാ എന്ന് പറയുന്നത് ടോൾറോയുടെ മദർ തന്നെയാണ്. പിന്നെ റിപ്പോർട്ടർ, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സാണുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റോറിയിലേക്ക് പോവാം. സ്റ്റോറി പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റോറി അല്ല, ഓരോരോ കോണ്ടെക്സ്റ്റിൽ പല സിറ്റുവേഷൻ എടുത്തിട്ട് ഒരു ഇതാക്കിയിരിക്കുകയാണ്. സോ നമുക്ക് അത് നോക്കാം. ആദ്യം മോസസിനെ പറ്റി പറയുന്നു. മോസസ് ഒരു ഇമിഗ്രൻ്റ് ആണ്. അദ്ദേഹം 6 വർഷത്തിലധികമായി ഇവിടെ ലണ്ടനിൽ വന്നിട്ട്. അതുപോലെ ഇവർ പോകുന്നത് വാട്ടർലൂ സ്റ്റേഷനിലേക്കാണ്. എന്തിനു വേണ്ടിയിട്ട്? ഗലഹാദിനെ കൂട്ടിക്കൊണ്ടുവരാൻ. ഗലഹാദ് എന്ന് പറയുന്നത്, മോസസ് ഇതുവരെ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല, ഗലഹാദിനെ കണ്ടിട്ടില്ല. ഇവരുടെ ഒരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹം പറഞ്ഞു വിട്ടതാണ് ഗലഹാദിനെ കൊണ്ടുവരൂ, അതെൻ്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് ഒന്ന് അവനെ പിക്കപ്പ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ആര് പോവുകയാണ്? മോസസ് വാട്ടർലൂ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. വാട്ടർലൂ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ടോൾറോയിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ടോൾറോയ് മോസസിൻ്റെ ഫ്രണ്ടാണ്. അദ്ദേഹവും എവിടെ വന്നിട്ടുണ്ട്? നമ്മുടെ വാട്ടർലൂ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് വന്നിരിക്കണമെന്ന് വെച്ചാൽ, അവൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുപോകാൻ. അമ്മ വരുന്നുണ്ട് അവൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മേനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് വന്നിരിക്കുന്നത്? ടോൾറോയ് വന്നിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മുടെ മോസസിന് അത്ഭുതമാവും. എങ്ങനെ ഇവൻ അമ്മേനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ജീവിക്കുക? കാരണം ഇപ്പോൾ നമുക്ക് തന്നെ ഒരു ദിവസം ബ്രെഡ് ആൻഡ് ബട്ടറിനുള്ള സംഭവം നമ്മൾ ഇവിടുന്ന് കിട്ടണില്ല, ക്യാഷ് കിട്ടുന്നില്ല. പിന്നെ എങ്ങനെ ഇവൻ അമ്മയ്ക്കും കൂടെ ചിലവിന് കൊടുക്കുക എന്നുള്ള സംശയം ആരുടെ മനസ്സിലേക്ക് വരികയാണ്? നമ്മുടെ മോസസിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. കാരണം ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ടോൾറോയ്ക്ക് നമ്മുടെ അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ടുള്ള അൺഎംപ്ലോയീസിനൊക്കെ ഒരു ചെറിയൊരു പൈസ കൊടുക്കും. ഗവൺമെൻറ് സ്വമേധയാ കുറച്ച് പൈസ കൊടുക്കും. ആ പൈസയിൽ നിന്ന് ഡെയിലി കഴിക്കേണ്ട ഫുഡിന് വേണ്ട ചിലവും കൂടെ ചിലവാക്കാതെ അദ്ദേഹം എടുത്തു വെച്ചിരിക്കുകയാണ് സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അമ്മേനെ കൊണ്ടുവന്നിട്ട് അമ്മയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുറച്ച് പൈസയായിട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് പൈസ ആക്കിയിട്ട് നീ അമ്മേനെ കൊണ്ടുവരികയാണ് ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമ്മുടെ മോസസിന് അത്ഭുതം തോന്നും, ഇവനിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ എന്ന്. ദെൻ അങ്ങനെ കുറേ നേരം നോക്കി നിൽക്കുന്ന സമയത്ത് ടോൾറോയുടെ അമ്മ വരികയാണ്. അമ്മയുടെ ട്രെയിൻ വന്നു. അമ്മ അതിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ്ലി ടോൾറോയ് ഈ കാഴ്ച കാണുന്നത്. അവരുടെ കൂടെ ടാൻഡി ആരാണ്? നമ്മുടെ ടോൾറോയുടെ ആൻറ്റി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലൂയിസ് ഉണ്ടായിരിക്കും, ആഗ്നെ ഉണ്ടായിരിക്കും, അവരുടെ 2 കുട്ടികളും ഉണ്ടായിരിക്കും. ഈ ഒരു ഫാമിലിയും കൊണ്ടായിരിക്കും ആര് വന്നിട്ടുണ്ടാവുക? ഇവരുടെ ടോൾറോയുടെ അമ്മ വന്നിട്ടുണ്ടാവുക. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരാൾക്ക് തന്നെ ഫുഡ് കഴിക്കാനുള്ളത് കിട്ടണില്ല. അതിൻ്റെ കൂടെ അമ്മ എന്ത് ചെയ്തു? അമ്മേനെ മാത്രമാണ് വരാൻ പറഞ്ഞത്. പക്ഷെ അമ്മയുടെ കൂടെ ഇവരെയൊക്കെ കൊണ്ടുവന്നു. എങ്ങോട്ട്? ലണ്ടനിലേക്ക്. അപ്പോൾ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ടോൾറോയ്, എന്തിനാ ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നത്? ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി ടു ടേക്ക് കെയർ ഓഫ് ദം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക? അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നുണ്ട്? അതൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് ഇങ്ങനെ നിൻ്റെ കടമയാണ് നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ ആ ഒരു സീന് കഴിഞ്ഞു. ഇനി നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ആരെയും? മോസസിനാണ്. മോസസ് ഇതൊക്കെ കാണുന്നുണ്ട്, ഈ കാഴ്ചയൊക്കെ കാണുന്നുണ്ട്. അദ്ദേഹം ഗലഹാദിനെ വെയിറ്റ് ചെയ്യുകയാണല്ലോ. അങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം ഗലഹാദ് വന്നു. ഗലഹാദ് വന്നിറങ്ങിയപ്പോൾ അപ്പോൾ മോസസിനും ഇതേപോലെ ഒരു ഷോക്കിംഗ് ആയി. ഗലഹാദിൻ്റെ കൂടെ കുറേ പേരെ കൊണ്ടുവന്നിട്ടുള്ള ഷോക്കിംഗ് അല്ല, ഗലഹാദ് വന്നിറങ്ങിയ ആ ഒരു കാഴ്ച കണ്ടിട്ട്. ഗലഹാദ് വന്നിറങ്ങിയത് അദ്ദേഹം പ്രത്യേകിച്ച് ഒരു കോട്ടോ അങ്ങനെയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കോൾഡ് ക്ലൈമറ്റാണ് ഇവിടെ. എന്നിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നും അദ്ദേഹം സാധാരണ ഒരു ട്രോപ്പിക്കൽ സ്യൂട്ടോ മാത്രം ഇട്ടിട്ടാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ കയ്യിൽ ലഗേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ മോസസ് ചോദിച്ചു, എന്താ ഇങ്ങനെ ഒരു കോൾഡ് ക്ലൈമറ്റിൽ എങ്ങനെ വന്നിരിക്കുന്നത്? ഈ വെതർ നിങ്ങൾക്ക് പറ്റില്ല, നല്ല ചില്ലാണെന്നൊക്കെ പറയുകയാണ് ആര്? നമ്മുടെ മോസസ് പറയുമ്പോൾ നമ്മുടെ ഗലഹാദിൻ്റെ റിപ്ലൈ ഇത്രയേ ഉള്ളൂ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു വെതർ ഭയങ്കര ഇഷ്ടമാണ്,
അതുകൊണ്ടാണ് ഞാനതൊന്നും ഇടാത്തത്. അത് ഇല്ലാത്തതുകൊണ്ടല്ല. അവർ ലഗേജ് ഒന്നും ഇല്ലല്ലോ, ലഗേജൊക്കെ വേണ്ടേ, ഐറ്റംസ് ഒക്കെ വേണ്ടേ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വന്നല്ലോ, ലണ്ടനിൽ എത്തിയല്ലോ, ഇനി വേണം സമ്പാദിക്കാൻ, എന്നിട്ട് വേണം അതൊക്കെ വാങ്ങാൻ എന്ന് ആര് പറയുന്നുണ്ട്? ഗലഹാദ് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ഇല്ല എന്നുള്ള രീതിയിലല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഹീ ഈസ് ഗോയിങ് ടു, അദ്ദേഹം ആവാൻ പോവുകയാണ്, അദ്ദേഹം സമ്പാദിക്കാൻ പോവുകയാണ് എന്നുള്ള ആ ഒരു ഒപ്റ്റിമിസമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ തിരിച്ച് നമ്മുടെ മോസസിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോണതിൻ്റെ മുമ്പ് അവരെന്ത് ചെയ്തു? ഡിന്നറൊക്കെ കഴിച്ചു, റിലാക്സ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഗലഹാദ് പറയുകയാണ് മോസസിനോട്, എനിക്കിവിടെ എല്ലാം മനസ്സിലാക്കണം, ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ വല്ലാണ്ട് ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മോസസ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ ജോബ് ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു നിശ്ചിത എമൗണ്ട് ഗവൺമെൻറ് തരും, അതിന് എംപ്ലോയ്മെൻറ്റ് ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ പറയും. അപ്പോൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇവരിറങ്ങാൻ പറയുമ്പോൾ മോസസിനോട് പറയുന്നുണ്ട് ഗലഹാദ്, വേണ്ട, എൻ്റെ കൂടെ വരണ്ട, ഞാൻ തന്നെ പോയിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ എന്ത് ചെയ്യും? മോസ് ഇറങ്ങിയിട്ട് പോയി. പക്ഷേ ഗലഹാദ് പോയിട്ട് എംപ്ലോയ്മെൻറ്റ് ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോയി ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ലണ്ടനിലെ എല്ലാ വഴിയും ഒരേപോലെ ഉണ്ട്, ആകെ വഴി തെറ്റി പോകുന്നുള്ളൊരവസ്ഥയും. പക്ഷേ മോസസ് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഫ്രണ്ട് ആയതുകൊണ്ട് മോസസ് എന്ത് ചെയ്തു? ഇദ്ദേഹം ഇറങ്ങിപ്പോയ സമയത്തിന് ഇദ്ദേഹം അറിയാതെ ഇദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗലഹാദ് ആകെ വഴി തെറ്റി നിൽക്കുന്ന സമയത്ത് മോസ് അപ്പിയർ ചെയ്ത് മോസ് എന്ത് ചെയ്യും? ഇദ്ദേഹത്തിന് നല്ലൊരു അസിസ്റ്റൻസ് കൊടുത്ത് എംപ്ലോയ്മെൻറ്റ് ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്ത് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് ഗലഹാദ് എന്തായിരിക്കും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക? ഗലഹാദ് വിചാരിക്കും, ഓ, നല്ലൊരു ഫ്രണ്ടിനെയാണ് എനിക്ക് കിട്ടിയത് എന്നുള്ള ഒരു ആശ്വാസത്തോടെയാണ് ഇവർ രണ്ടുപേരും കൂടെ നമ്മുടെ റൂമിലേക്ക് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചു വരുന്നത്. അതുപോലെ ആ ഒരു സമയത്ത് ഇവർ ഒരു ടോപ്പിക് ഇടുന്നുണ്ട് സംസാരിക്കാൻ. ഈ ഒരു വെൽഫെയർ കൊടുക്കുന്നുണ്ടല്ലോ, ഈ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഒരു ചെറിയൊരു എമൗണ്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ പലരും ഇതിനു വേണ്ടി മാത്രമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് നമുക്കറിയാം, ഒരുപാട് പേര് ഇതിനു വേണ്ടി മാത്രമായിട്ട് പറയുമ്പോൾ മര്യാദയ്ക്ക് ജോലി കിട്ടിയിട്ടും ജോലിക്ക് ചെയ്യാതെയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ ആര് പറയാണ്? മോസസ് നമ്മുടെ ഗലഹാദിനോട് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ ഗലഹാദ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ എന്തായാലും എനിക്ക് നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോവും, ഞാൻ ഈ വെൽഫെയറിന് വേണ്ടിയിട്ട് ഒരിക്കലും ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മോസസിൻ്റെ മുൻപത്തെ റൂംമേറ്റിനെ പറ്റി ആലോചിക്കുകയാണ്. അത് മറ്റാരും വരുന്നില്ല, നൈജീരിയൻ ആയിട്ടുള്ള ക്യാപ്റ്റൻ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്യാപ്പ്, അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഇവിടെ ഇംഗ്ലണ്ടിൽ വന്നത് എന്തിനായിരുന്നു? ലോ പഠിക്കാനായിരുന്നു. ലോ പഠിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരുപാട് പൈസ ഇദ്ദേഹത്തിന് വേണ്ടി അയച്ചു കൊടുത്തു. ആ പൈസയൊക്കെ ഇദ്ദേഹം ചെയ്തത് സിഗരറ്റിനും അതുപോലെ തന്നെ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം സ്പെൻഡ് ചെയ്തിരുന്നത്. അങ്ങനെ സ്പെൻഡ് ചെയ്ത് അവസാനം ലാസ്റ്റ് അയച്ചു കൊടുക്കാതായ സമയത്ത് എന്താ ഉണ്ടായത്? അദ്ദേഹം ഒരുപാട് സ്ത്രീകളായിട്ട്, ഒരുപാട് റിച്ച് വുമനായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഫ്ലേർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവിടുന്ന് കിട്ടണ പൈസ അല്ലെങ്കിൽ കടം വാങ്ങാൻ തുടങ്ങി, മറ്റുള്ള സ്ത്രീകളിൽ നിന്ന് കടം വാങ്ങാൻ തുടങ്ങി. ഇവിടുന്ന് ഈ ഒരു സ്ത്രീയുടെ നിന്ന് കടം വാങ്ങി ആ സ്ത്രീയുടെ കടം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്ത്രീയുടെ നിന്ന് വാങ്ങും. അതുപോലെ പലരെയും മോഷ്ടിക്കാൻ തുടങ്ങി, സ്ത്രീകളുടെയൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ മോഷ്ടിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടറായിരുന്നു ആരുടെ? ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഈ ഒരു ക്യാപ്പിൻ്റെ. സോ ക്യാപ്റ്റൻ്റെ കഥ അവിടെ നിൽക്കട്ടെ. ഇനി തിരിച്ച് നമുക്ക് നമ്മുടെ റിയാലിറ്റിയിലേക്ക് വരാം. നമ്മുടെ ഗലഹാദ് ഇങ്ങനെ വെയിറ്റ് ചെയ്യല്ലേ. ഗലഹാദ് 2-3 ദിവസമായി വന്നിട്ട് ഒരുപാട് ദിവസമായി. ആ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ഒരുപാട് പേരെ മീറ്റ് ചെയ്തു. ആ ഒരുപാട് പേരെ മീറ്റ് ചെയ്തതിൽ ഒരുപാട് ഫ്രണ്ട്സായി. അതിലൊരാളാണ് ബാട്ട് എന്ന് പറയുന്നത് ലൈറ്റ് സ്കിൻഡ് ബ്ലാക്ക് ഇമിഗ്രൻ്റ് ആണ്, ഒരു ബ്ലാക്ക് മാൻ ആണ്. പക്ഷേ അദ്ദേഹം അത്രത്തോളം ഡാർക്ക് സ്കിൻഡ് അല്ല, കമ്പാരിറ്റീവ്ലി ലൈറ്റ് സ്കിൻഡ് ആണ്. നമ്മുടെ ബാർട്ട്. ഈ ബാർട്ട് ഒരു ക്ലർക്കാണ്. ഇദ്ദേഹം ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഒരു പൈസ ഒരാൾക്കും കടം കൊടുക്കില്ല, ഒരാൾക്കും കൊടുക്കില്ല, ഒന്നിനും ആയിട്ട് അദ്ദേഹം ചിലവാക്കൂല്ല. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു ബാർട്ട്. പിശുക്കൻ എന്ന് പറയില്ലേ, നമ്മൾ മർക്കീസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരാളാണ് ഈ ബാർട്ട്. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇദ്ദേഹത്തിന് ബ്ലാക്ക് പീപ്പിളിനെ കണ്ട ഒരുമാതിരി അരിശം കയറും. കാരണം മറ്റൊന്നല്ല, ഇദ്ദേഹം ഒരു ബ്ലാക്ക് മാൻ ആണ്. പക്ഷേ എന്നിട്ട് കൂടി അദ്ദേഹത്തിൻ്റെ ആ വംശക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം ദേഷ്യ. അതിൻ്റെ കാരണം അവരുടെ ആ ഒരു സ്കിൻ്റെ കളറോ അല്ലെങ്കിൽ അവർ അവിടെ നിന്നാണ് വരുന്നത്, അതൊന്നുമല്ല കാര്യം. ഇദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്? ക്ലർക്കാണ്. ഇദ്ദേഹത്തിന് സാലറി ഇൻക്രിമെൻറ്റ് വേണം. അത് റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള എംപ്ലോയീസിനെ കിട്ടാത്ത അവസ്ഥ വേണം. പക്ഷേ ഇവിടെ നിറയെ മുട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ബ്ലാക്ക് പീപ്പിൾ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അങ്ങനെ ഇൻക്രിമെൻറ്റ് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാൻ പറ്റില്ല. അതിൻ്റെ ദേഷ്യമാണ് ഇദ്ദേഹത്തിന് ഏതൊരാളെ കണ്ടാലും ഇദ്ദേഹം കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ബാർട്ടിൻ്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്തതാണ് ബിയാട്രിസ് എന്ന് പറയുന്നത് ബാർട്ടിൻ്റെ ലവറാണ്. ഇവർ തമ്മിൽ ഡിസൈഡ് ചെയ്യാണ് നമുക്ക് മാരേജ് ചെയ്യാം. അങ്ങനെയാണല്ലോ ലവേഴ്സ് ആവുക.
എന്നിട്ട് ഇവർ വീട്ടിൽ വന്ന് ചോദിക്കുന്നുണ്ട് ബാർട്ട് വീട്ടിൽ വന്ന് ചോദിക്കുന്ന സമയത്ത് സമ്മതിക്കില്ല, ബിക്കോസ് ഷീ ഈസ് എ വൈറ്റ് വുമൺ. ബാർട്ട് എന്ന് പറയുന്നത് ലൈറ്റ് സ്കിൻഡ് ആയിട്ടാണെങ്കിലും ഒരു ബ്ലാക്ക് മാനാണ്. അപ്പോൾ സമ്മതിച്ചില്ല. എന്നിട്ട് അവർ തമ്മിൽ എന്ത് ചെയ്തു, പിരിയേണ്ടി വന്നു, കാണാതെ മാറിപ്പോയി. ബിയാട്രിസ് അവിടുന്ന് സ്ഥലം മാറിപ്പോയി. അപ്പം പോയ സമയത്ത് ബാർട്ട് വിചാരിച്ചു, അയ്യോ, ബാർട്ട് ഒരിക്കലും ലവ് ബേസ്ഡ് അല്ലായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടത് ഒരു വൈറ്റ് വുമണാണ്, അതുപോലെ അദ്ദേഹത്തിനൊരു റിച്ച് മാൻ ആവണം, ബൈ മാരേജ് അങ്ങനെ ആവണം എന്നൊക്കെ ആയിരുന്നു ആരുടെ മനസ്സിലിരിപ്പ്, ബാർട്ടിൻ്റെ മനസ്സിലിരിപ്പ്. അപ്പോൾ ഇങ്ങനെ ബിയാട്രിസ് പോയപ്പോൾ ബാർട്ട് എന്താ വിചാരിച്ചത്, ഇനി ഒരിക്കലും എനിക്കൊരു വൈറ്റ് വുമനെ കിട്ടില്ല, എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ നടക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ആര് വിചാരിച്ചു? നമ്മുടെ ബാർട്ട് വിചാരിച്ചു. അതുപോലെ ഇദ്ദേഹം ഇങ്ങനെ ഈ ഒരു ബിയാട്രിസിനെ കാണാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഡോർമാനായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ബാർട്ട്. ദെൻ ഇപ്പോൾ ഇനി ബാർട്ടും ബിയാട്രിസൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നേരെ തിരിച്ച് ഇവിടെ മോസസിൻ്റെ അടുത്തേക്ക് വരാം. മോസസിൻ്റെ കൂടെ ഇപ്പോൾ ലൂയിസും കൂടെ ഉണ്ട്. ലൂയിസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നമ്മൾ നേരത്തെ ടോൾറോയുടെ കൂടെ വന്ന കുറേ റിലേറ്റീവ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ലൂയിസും മാഗ്നെ, ഒരു കപ്പിള്. ആ 2 പേരുടെ കാര്യം ഇനി പറയാൻ പോണത്. മോസസ് ഇങ്ങനെ ഇരിക്കുകയാണ്, ആരുടെ കൂടെ ഇരിക്കണേ? ലൂയിസിൻ്റെ കൂടെ ഇരിക്കുകയാണ്. നൈറ്റ് ഷിഫ്റ്റ് ആണ് കേട്ടോ ലൂയിസിനും മോസസിനും. അപ്പോൾ മോസസ് പറയാണ്, ഇവിടെ ഒരു സ്ത്രീയെ കാണിച്ചിട്ട് പറയാണ്, ഒരു അപ്പോൾ പറയാ, ഈ സ്ത്രീയൊക്കെ ഇപ്പോൾ വേറെ ആരുടെയെങ്കിലും കൂടെ ബെഡ് ഷെയർ ചെയ്യായിരിക്കും. കാരണം സാധാരണ പുരുഷന്മാർ നൈറ്റ് ഷിഫ്റ്റൊക്കെ പോകുന്ന സമയത്ത് അതാണ് സാധാരണ ഓഫനിൽ കാണുന്ന കാര്യമാണ് അതെന്ന് പറയണം. ഇത് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ലൂയിസിൻ്റെ മനസ്സിലെന്താണ്ടാവുക? ലൂയിസ് വേഗം പോയിട്ട് തൻ്റെ ബോസിനോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര തലവേദനയാണ്, ഞാൻ വേഗം വീട്ടിൽ പോയേ പറ്റൂ, എനിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് ലീവ് ചെയ്യുകയാണ്. ഇവിടേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയ സമയത്ത് അദ്ദേഹം എന്തായിരിക്കും ആദ്യം നോക്കിയിട്ടുണ്ടാവുക? അവിടെ നോക്കണ സമയത്ത് എന്താണ്, അവിടെ ആരുമില്ല. അവിടെ നമ്മുടെ ആഗ്നെ മാത്രമേ ഉള്ളൂ. ആഗ്നെ ഒറ്റയ്ക്ക് ഉറങ്ങാൻ പോയിരിക്കുകയാണ്. പക്ഷേ എന്നാലും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് ഫിക്സ് ആയിപ്പോയി. നേരത്തെ മോസസ് പറഞ്ഞ കാര്യം മോസസ് അതിന് വേണ്ടിയിട്ടാണോ പറഞ്ഞത്, അല്ല വെറുതെ മേക്ക് എ ഫൺ, അതിന് ആ രീതിയിലാണോ എന്നറിയില്ല. പക്ഷേ ഏതന്നെ ആണെങ്കിലും അതെന്തായിപ്പോയി, നമ്മുടെ ലൂയിസിൻ്റെ മനസ്സിൽ ഫിക്സ് ആയിപ്പോയി. അദ്ദേഹം വെറുതെ ഒരു ആവശ്യമില്ലാതെ നമ്മുടെ ആഗ്നസിനെ പിടിച്ച് അടിക്കും, അതുപോലെ തന്നെ കുറേ അബ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യണില്ല, അവരുടെ ആ ഒരു ഇഷ്യൂ അവിടെ തീരണില്ല. ഇങ്ങനെ തീരാണ്ടായപ്പോൾ നമ്മുടെ ആഗ്നെ ഇവനെ വിട്ട് പോവുകയാണ്, നമ്മുടെ ലൂയിസിനെ വിട്ട് പോയി. ടാൻഡി പറയുന്നില്ല ഇവളെ എവിടേക്കാണ് പോയെന്നൊന്നും ആര് പറയുന്നില്ല. ടാൻഡി ആൻറ്റിയാണ് കേട്ടോ, ടോൾറോയുടെ ആൻറ്റിയാണ്, പറയുന്നില്ല എങ്ങടാ പോയെന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനി നമ്മൾ പോണത് ഇവിടെ ലണ്ടനിലെ ബിസിനസ്സിൻ്റെ ആ ഒരു ക്യാൻവാസിലേക്കാണ്. ഇവിടെ ബിസിനസ് എന്ന് പറയുമ്പോൾ വൈറ്റ് പീപ്പിൾ ബിസിനസ് ചെയ്യുന്നത് പലരും ഇവർക്ക് വേണ്ടിയിട്ട്, ബ്ലാക്ക് പീപ്പിളുടെ അവർ നല്ല രീതിയിൽ കാറ്റർ ചെയ്യുന്നുണ്ട് അവർ. കാരണം അവർക്ക് വേണ്ട സാധനങ്ങൾ വേറെ എവിടെയും കിട്ടില്ല. ലണ്ടനിൽ അങ്ങനെ എല്ലായിടത്തൊന്നും നമ്മളുടെ ബ്ലാക്ക് പീപ്പിളിന് വേണ്ട എന്നുള്ള സംഭവങ്ങൾ കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ എന്തുണ്ട്, ചില ഗ്രോസറി മാർക്കറ്റ് ഈ വൈറ്റ് പീപ്പിൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാലോ, വേറൊരു ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ കിട്ടുന്ന സാധനങ്ങളൊന്നും എല്ലാ സ്റ്റേറ്റിലും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ കിട്ടുന്ന ശർക്കര, അതുപോലെ തന്നെ പഴം, അതുപോലത്തെ സംഭവങ്ങളൊക്കെ കിട്ടാൻ പ്രത്യേക കേരള കടകളുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഗ്രോസറി ഷോപ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ടാൻഡി ഇല്ലേ, നേരത്തെ പറഞ്ഞ ടോൾറോയുടെ ആൻറ്റി, അവർ റെഗുലർ വിസിറ്റർ ആയിരുന്നു ഇങ്ങനെ കടയിൽ. അങ്ങനെ കടയിൽ വന്നിട്ടും പോയിട്ടൊക്കെ ഇരുന്നു. ടാൻഡിക്കുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഓൾഡ് ലേഡിയാണ്, എന്നിട്ട് കൂടി അവർക്ക് ഓരോരോ സ്ട്രീറ്റിൻ്റെ ഓരോ ലൈനും അവർക്ക് അറിയായിരുന്നു, എല്ലാം റൂട്ട് മൊത്തം അവർക്ക് അറിയായിരുന്നു. ഇത് ഇന്ന സ്ഥലത്തേക്ക് പോകും എന്നുള്ള നല്ലൊരു GPS സിസ്റ്റം അവർക്കുണ്ടായിരുന്നു മൈൻഡിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒറ്റയ്ക്ക് ബസ്സിലും അതുപോലെ തന്നെ എല്ലാറ്റിലും യാത്ര ചെയ്ത് എല്ലായിടത്തും എത്തുമായിരുന്നു. ദെൻ ഇനി പറയുന്നത് ഗലഹാഡിൻ്റെ ഒരു കോണ്ടെക്സ്റ്റാണ്. ഗലഹാഡ് അങ്ങനെ ലണ്ടനിൽ ജീവിക്കാൻ തുടങ്ങി. ഗലഹാഡ് ഒരുപാട് സമ്പാദിക്കാൻ തുടങ്ങി. അദ്ദേഹം എല്ലാ ക്വാളിറ്റീസും ആ ഒരു സിറ്റിയിലുള്ള എല്ലാതും അദ്ദേഹം കൈക്കലാക്കാൻ ശ്രമിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഒരു ദിവസം ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു മോളെയും ഒരു അമ്മയും ഒരുമിച്ച് കാണാണ്. അപ്പോൾ ആ കുട്ടീനെ കണ്ടപ്പോൾ ഇയാൾക്ക് ഭയങ്കര ക്യൂട്ട്നെസ് തോന്നിയിട്ട് ഗുഡ് ഈവനിങ് പറഞ്ഞു ആ കുട്ടിയോട് പറഞ്ഞപ്പോൾ ആ കുട്ടി ഇങ്ങനെയാണ്, മീൻസ് ഒരു ഇതായിട്ട് പറയാണ്, മമ്മി ലുക്ക് അറ്റ് ദാറ്റ് ബ്ലാക്ക് മാൻ, നോക്കൂ ഒരു ബ്ലാക്ക് മാൻ വന്നിരിക്കുന്നു നോക്കൂ പറയും. അപ്പോൾ അമ്മ പറയും ഷോ ഡോണ്ട് മസ്റ്റൻ സേ ദാറ്റ് ഡിയർ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ ഗലഹാദ് പറയും, കുഴപ്പമില്ല, കുഞ്ഞു കുട്ടിയല്ലേ എന്ന് പറയും. എന്നിട്ട് പാട്ടെ സ്വീറ്റ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് അദ്ദേഹത്തിന് സങ്കടം തോന്നുക. അത് നേരത്തെ എങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞ അമ്മ കൂടി അവരുടെ മുഖത്ത് കൂടി എന്ത് വരും, ഒരു നന്നല്ല, ഇത് എങ്ങനെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് അവർക്ക് വരും. അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ
ഗലഹാദിന് ഒരുപാട് സങ്കടമാവും. കാരണം ഈ ഒരു സ്കിന്നിൻ്റെ കളറാണല്ലോ ഞങ്ങളെ മാറ്റി നിർത്തണത് എന്നൊരു തോന്നൽ ആരുടെ മനസ്സിൽ വരും? നമ്മുടെ ഗലഹാദിൻ്റെ മനസ്സിൽ വരും. കാരണം വൈറ്റ് പീപ്പിൾ അങ്ങനെ മാറ്റി നിർത്തണില്ലെങ്കിൽ കൂടെ അവരുടെ ഉള്ളിൽ എവിടെയോ ആ ഒരു ചിന്ത ഉണ്ട് എന്നാണ് ഇവിടെ സെൽവൻ കാണിക്കുന്നത്. ദെൻ ഈ നോവലിൻ്റെ അവസാന ഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഹൈഡേ പാർക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. ഹൈഡേ പാർക്കിൻ്റെ കാര്യം ഇവിടെ ഒരു സമ്മർ ആയി മാറി. വിൻ്റർ സീസണിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നേരത്തെ പറഞ്ഞില്ലേ, കോട്ടൊന്നും ഇല്ലാണ്ട് നമ്മുടെ ഗലഹാദ് വന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഇതില്ലാത്ത അവസ്ഥ, ജോലിയില്ലാത്ത അവസ്ഥയൊക്കെ ഇരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ സമ്മർ സീസൺ വന്ന സമയത്ത് ഇവർക്ക് വസന്തകാലം എന്നൊക്കെ പറയണ പോലൊരു കാലമാണ് സമ്മർ സീസൺ. ഹൈഡേ പാർക്കിൽ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞു നമ്മൾ ഗലഹാദ് ഒരു കുട്ടീനെ കണ്ടു, വാട്ട്സ് യുവർ നെയിം എന്നൊക്കെ ചോദിച്ച സമയത്ത് അവർക്ക് അങ്ങനെ നല്ലൊരു ഫീലിംഗ് ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തിനെ പോലെ തോന്നി. പക്ഷേ ഈ ഒരു സമ്മർ ടൈമിൽ ഹൈഡേ പാർക്കിലുള്ള കോണ്ടെക്സ്റ്റ് വേറെയാണ്, ഒരു സീനേ വേറെയാണ്. അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റും രണ്ട് പേരും തമ്മിലുള്ള ഇൻട്രാക്ഷൻ നമുക്കവിടെ കാണാൻ പറ്റും. ഹൈഡേ പാർക്കിനുള്ള പ്രത്യേകത, ഈ ഒരു പാർക്കിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? സെക്ഷുവൽ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ മോസസിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു ദിവസം ഒരു സമ്മർ ഡേയിൽ മോസസ് ഇങ്ങനെ ഹൈഡ് പാർക്കിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, യു ആർ ജസ്റ്റ് ദ മാൻ ഐ എം ലുക്കിംഗ് ഫോർ. ഞാൻ നിങ്ങളെപ്പോലെ ഒരാളെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? മോസസിനെ വിളിച്ചുകൊണ്ട് പോവും. ഒരു മാൻ വിളിച്ചുകൊണ്ട് പോയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? ഒരു ബ്ലോണ്ട് വുമണ് ഓഫർ ചെയ്യും. ആരെ? ഈ മോസസിനെ. എന്നിട്ട് ടു ഗോ വിത്ത് ദ വുമൻ വൈൽ ഹി വാച്ചസ്. അതായത് ഇദ്ദേഹം ആ സ്ത്രീയുടെ കൂടെ ഇയാളെ വിടും. എന്നിട്ട് അദ്ദേഹത്തിന് ഒരുപാട് പൈസ കൊടുക്കും. ഒന്ന് മനസ്സിലാക്കണം എന്താണ് ആ ഒരു സമ്മർ ഡേയ്സിൽ അവിടെ നടക്കുന്നത് എന്നുള്ളത്. കാരണം ഇതൊന്നുമല്ല വിൻ്റർ സീസണിൽ നേരെ തിരിച്ചാണെങ്കിൽ കൂടെ സമ്മർ സീസണിൽ ജസ്റ്റ് ആ ഒരു ഹൈഡേ പാർക്കിൽ അവർക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട്. ഈ മോസസിനെ പോലുള്ള ആൾക്കാർക്ക് ഒരുപാട് പൈസ അവിടുന്ന് അവർ ഈ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. സമ്മർ ടൈമിൽ കൂടെ അതിന് വേണ്ടിയിട്ട് ഇവരുള്ള കാര്യമൊന്നുമില്ല. ലണ്ടനിൽ അവർ പറയുന്നത് വിൻ്ററിൽ എത്രത്തോളം കഷ്ടപ്പെട്ടാലും സമ്മറിൽ ഇങ്ങനെ നല്ല കാര്യം വരാനുണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ലണ്ടൻ വിട്ട് പോവാതെ അവിടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കണത് എന്നാണ് ഈ മോസസിനെ പോലുള്ള ആൾക്കാർ പറയുന്നത്. എത്ര ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും അവർക്ക് ആ ഒരു സമ്മർ വരിക എന്ന് പറയുമ്പോൾ അത് എന്താണ് വലിയൊരു, ആ സമയത്താണ് അവർക്ക് തോന്നുന്നത് ഈ ലണ്ടൻ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ദ വേൾഡ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ലോൺലി ലണ്ടനേഴ്സ് എന്നുള്ള ഈ ഒരു നോവല്. നമുക്ക് പറയാൻ പറ്റില്ല ഇതാണ് സ്റ്റോറി ലൈൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് കുറേ അവരുടെ കാര്യം പറയും, കുറേ ഇവരുടെ കാര്യം പറയും. ഇത് എന്താ മൊത്തമായിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ലൈഫ് ഓഫ് മൈഗ്രേഷൻ. ആ ഒരു ലണ്ടനിലേക്ക് വന്ന ആൾക്കാരെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനെ പറ്റിയിട്ടാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ഇന്ന ആൾക്കാർക്ക് ഇന്ന ജീവിതമായിരുന്നു, ഇന്ന ആൾക്ക് ഈ രീതിയിലായിരുന്നു ജീവിതം, അത് മാത്രമാണ് പറയുന്നത്. സോ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ഏത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. സോ താങ്ക് യു. സീ യു നെക്സ്റ്റ് വീഡിയോ.